സ്പൈസസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാബേജും ക്യാരറ്റും ചേർത്തുള്ള ഒരു തോരനാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. തോരൻ ഉണ്ടാക്കാൻ വേണ്ടി 1/2 കിലോ ക്യാബേജാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ 1/4 കിലോ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നന്നായി കൊത്തി അരിഞ്ഞെടുക്കണം. ഇതിൽ ചേർക്കേണ്ട സാധനങ്ങൾ ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു തേങ്ങയുടെ പകുതി ചിരവിയത്, ഒരു മീഡിയം തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചുവന്നുള്ളി 7 എണ്ണം, വെളുത്തുള്ളി 3 അല്ലി, കാന്താരി മുളക് 5 എണ്ണം. കാന്താരി മുളക് ഇല്ലാത്തവർക്ക് പച്ചമുളകാണെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 7 ചുവന്നുള്ളി, 3 വെളുത്തുള്ളി, 5 കാന്താരി മുളക് ഇവയിട്ട് ഒന്ന് നന്നായി ചതച്ചെടുക്കാം. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കാന്താരി മുളകും കൂടി നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ തേങ്ങയും ചതച്ചെടുക്കാം. തേങ്ങ ചതച്ചെടുക്കുകയാണെങ്കിൽ തേങ്ങയുടെ എണ്ണയൊക്കെ ഇറങ്ങി തോരന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് തേങ്ങ ചതച്ചെടുക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടാകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുകിടാം. ഇനി നമുക്ക് ഇതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞത് ഇടാം. കറിവേപ്പിലയും കൂടി ഇടാം. ചുവന്നുള്ളിയും കറിവേപ്പിലയും മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളിയും കാന്താരി മുളകും ചുവന്നുള്ളിയും കൂടിയിട്ട് ചെറുതായൊന്ന് വഴറ്റി മൂപ്പിക്കാം. ചതച്ച ചേരുവകൾ നന്നായി വഴന്നു കിട്ടുമ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കാം. ചതച്ച ചേരുവകൾ വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റും കാബേജും ചേർക്കാൻ സമയമായി. ആദ്യം നമുക്ക് ക്യാരറ്റ് ചേർക്കാം. ഇനി ക്യാബേജ് ഇതിലേക്ക് ചേർക്കാം. ചതച്ചു വച്ച തേങ്ങയും ചേർക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഉപ്പ് പാകത്തിന് ചേർക്കാം. നമ്മുടെ ക്യാബേജും ക്യാരറ്റും ചേർത്തുള്ള തോരൻ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.